മഹേഷ് പണിക്കറിലേക്ക് പോവുകയാണ്. മഹേഷ് പണിക്കർ, ഇപ്പോൾ എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന് നമ്മൾ നേരത്തെ കരുതിയിരുന്നതാണ്. SIT അടുത്ത ഘട്ടത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇത് പ്രകാരം SITയുടെ കണ്ടെത്തൽ പ്രകാരം എൻ വാസുവാണ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത്. ചെമ്പുപാളി ആക്കാൻ മറ്റ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചതും എൻ വാസുവാണ് എന്നാണ്. അതാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൃത്യമായ തെളിവുകൾ എൻ വാസുവിനെതിരെ ഉണ്ട് എന്ന് വേണ്ടി മനസ്സിലാക്കാൻ മഹേഷ് പണിക്കർ. തീർച്ചയായിട്ടും. കാര്യം അദ്ദേഹം ഇതിനകത്ത് ഇപ്പൊ ബോർഡിന്റെ ഉന്നതരിലേക്ക് ഇത് എത്താനുള്ള സാഹചര്യം, സത്യം പറഞ്ഞ ഇപ്പൊ ഇലക്ഷന്റെ ഒക്കെ ഇത് വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ സാങ്കേതികത്വം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാര്യം ഇനിയിപ്പോ ഇലക്ഷനൊക്കെ ആവും, ഇതൊക്കെ ഇച്ചിരി തണുക്കും, അയ്യപ്പൻ ഇനിയും അവിടെ ക്ഷേത്രമൊക്കെ തുറക്കാനായിട്ടുള്ള നമ്മുടെ ഇതിന്റെ തുറക്കാനായിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് അതിന്റെ ഒരു മാനസിക ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നിരുന്നാൽ പോലും അതിനകത്തൊക്കെ ഇപ്പൊ ഇന്നത്തെ ദിവസം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്, കാര്യം പഴയ പ്രസിഡന്റ് മാറി പുതിയ പ്രസിഡന്റ് കയറാൻ പോകുന്നതിന് മുമ്പ് അതിനു മുമ്പത്തെ ഒരു പ്രസിഡന്റ് അകത്തേക്ക് കൊണ്ടുവിടുന്ന അയ്യപ്പന്റെ ഒരു കളിയുണ്ട്. ഭയങ്കര ലീലാവിലാസം തന്നെയാണത്. ഇനിയിപ്പോ ഇതിന്റെ തുടർച്ച എന്തൊക്കെ കാണാനുള്ളതെന്നുള്ളതാണ് ഭക്തജന സമൂഹം കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാര്യം ഇത് ഇത്രമാത്രം ഒരു ഇതായിട്ടൊന്നും വരുമെന്ന് ആരും പ്രതീക്ഷിച്ചല്ലല്ലോ. കാര്യം ഇതിന്റെ ആ ഉന്നതങ്ങളിലെ ഏറ്റവും ഇപ്പൊ ഇതിലുള്ള ബന്ധപ്പെട്ടിരിക്കുന്നവരിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആള് തന്നെ ഇപ്പൊ ജയിലിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് കാര്യം അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഇതിന്റെ ബാക്കി ആ യഥാർത്ഥത്തിലുള്ള നമ്മുടെ കൊടിമരത്തിന്റേതും വാജിവാഹനവും അഷ്ടദിക്പാലകരും എല്ലാം തിരികെ കിട്ടുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ കാണുന്ന കാഴ്ചകൾ. ശരി, അങ്ങ് അതിൽ പ്രതീക്ഷ വെക്കുകയാണ് ഈ അറസ്റ്റിൽ എന്നുള്ളതാണ്. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.